Mshike, mshike asitoke. Chukueni ball. Yule mtoto wa Bazuu. മോനെ ഇപ്പോൾ തന്നെ ലേറ്റായി. It's okay, uncle. അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആണ്. Every day is important, uncle. Uncle ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാത്ത എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം അത് പോയിരുന്നെങ്കിൽ തിരിച്ചു കിട്ടുമായിരുന്നു. Mnacheki yule msee venye ameingia kwa gari yao kali mtaani, kuna wafanyikazi wanamtegea. Utakuwa na mtu anamsubiria kumpa juice na tawi. Ule mtu hii hata kuna msee anaweza mtengenezea viatu home. Kama kawaida, mamake humpa zawadi. What a life. Kama ndege wangani, maisha ni tamu, tamu sana. Bora tusichanganye. Selling product. Awards for the best innovative product and
best upcoming product are Start given ചെയ്തോ? in അവിടെ the second തീരാറായി. round. Let's get സാറ് into വിളിച്ചു. the first award ceremony, which is for the best selling product. Last 5 years, Jaypal's growth has been tremendous. His product has become one of the most selling product in the country this year. Hats off to you, man. But we won't be able to forget Syriac. ഇത്രയും വർഷക്കാലം സിറിയക് തൻ്റെ ഒന്നാം സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്തു. This award has been running in the family for many years. First his father and now Syriac. അതൊരു ചെറിയ കാര്യമല്ല. But at the end of the day, there is one winner in a year. And this year, the winner is Mr. Jaypal. May I request the Secretary Syriac to hand over the trophy, the award, to Mr. Jaypal, please. We can have the food upstairs and we'll meet you next week. സലീമിൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ്. 15 വർഷമാണ് ഞങ്ങളുടെ കൂടെ അവൻ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കമ്പനിയായി ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളൂ. ആ ഗ്യാപ്പിൽ നീയാണ് പൊക്കി പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി. അവസാനം നേടി. അങ്ങനെയല്ലേ വേണ്ടത്. സിറിയക്കനെ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെ. അപ്പനിപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും. അപ്പൻ്റെ ജോലിക്കാരൻ തന്നെ അപ്പൻ്റെ കമ്പനിക്കിട്ട് ഉണ്ടാക്കുകയാണല്ലോ. പക്ഷെ അപ്പൻ കുടുംബത്തിൻ്റെ പുറത്ത് വിടാത്ത ചില ഉപദേശങ്ങളുണ്ട്. നിനക്കിട്ടും നിൻ്റെ കമ്പനിക്കിട്ടും അതിലോരോന്നായി ഞാനിനി ഇറക്കും. ജയ്പാൽ സാറേ, അടുത്ത ആഴ്ച കാണാം. കാണാം. അടുത്ത ആഴ്ച സാറിന് തന്നെയാണോ? നീ ഒലത്തും. അച്ഛാ, കൺഗ്രാറ്റ്സ്. ആ ശ്രീയാക്കങ്കിൾ, എന്താ ക്രിക്കറ്റൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് നിർത്തിയോ? ഗ്രൗണ്ടിലേക്ക് പോലും കാണുന്നില്ലല്ലോ ഇപ്പോൾ. നടക്കാൻ പോലും ഇപ്പോൾ അങ്ങോട്ടൊന്നും വരുന്നില്ല. ഒരു ചെറിയ കാര്യം തീർക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആവും. അങ്കിൾ, മാർക്ക് മൈ വേർഡ്സ്, അങ്കിളും അച്ഛനും ഈ ലൈഫിൽ ഒരിക്കലും റിലാക്സ്ഡ് ആയിരിക്കില്ല. മോൻ്റെ ഫുട്ബോളൊക്കെ എങ്ങനെ പോകുന്നു? ഇനി എന്നാ അടുത്ത ടൂർണമെൻറ്റ്? അന്ന് പറഞ്ഞില്ലേ അങ്കിൾ, നാഷണൽസിലോട്ടുള്ള ട്രയൽസ് അടുത്ത ആഴ്ച. കീപ്പ് ഇറ്റ് അപ്പ്. മോന് നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഫുട്ബോൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. താങ്ക് യു. Jambo, jambo bwana, habari gani? Nzuri sana. Rafiki, you can have the food here, Bana. Please come. Asante, sir. Thank you, sir. പപ്പയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഗതി വരുമായിരുന്നു. ഞാനുണ്ട് ഇവിടെ. അതല്ല, അടുത്ത ആഴ്ചത്തെ ബെസ്റ്റ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റും അവന് തന്നെയാണെന്ന് അറിയാമല്ലോ. സലീം തന്നെയാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സലീമിനെ നമ്മളവന് വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. സലീമിനെ കണ്ടുകൊണ്ടല്ലോ ഞാനും പപ്പ ഇന്ന് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. അല്ല മോനെ, ഇതിപ്പോൾ അടുത്ത ആഴ്ചത്തെ അവാർഡ് കൂടി അവൻ്റെ കമ്പനിക്ക് പോയാൽ ആൾക്കാർ ആരെ കുറ്റം പറയുമെന്ന് മോന് തന്നെ അറിയാമല്ലോ.
ഇന്നൊരു ദിവസം കൊണ്ട് സൂര്യൻ എന്നേക്കുമായി അസ്തമിക്കില്ലല്ലോ. ഇപ്പം അച്ഛൻ ഹാപ്പി അല്ലേ? ഐ എം ഓൾവേസ് ഹാപ്പി. കള്ളം പറയല്ലേ അച്ഛാ? ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? ഇപ്പോൾ അച്ഛൻ ഹാപ്പിയാ. ഇപ്പോൾ ജസ്റ്റ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ഈ അവാർഡ് കയ്യിൽ കിട്ടുന്ന ആ ഫ്യൂ സെക്കൻഡ്സ് മാത്രം. അതിനു മുമ്പുള്ള ലാസ്റ്റ് 5 years ഐ നോ യു അച്ഛാ. ഈവൻ എൻ്റെ മണ്ടയിൽ പാരവയ്ക്കുമോ, ആ കാണുന്നത് നമ്മുടെ കമ്പനിയിൽ നിന്ന് ചാടി സിറിയാക്ക് അങ്കിളിനൊപ്പം പോവുമോ? ഫുൾ ടെൻഷൻ. ഈ അവാർഡ് കയ്യിൽ കിട്ടുമ്പോൾ കിട്ടിയ ഫ്യൂ സെക്കൻഡ്സിൻ്റെ പ്ലഷറിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ, എസ്പെഷ്യലി അമ്മയുടെ 5 years ആണ് പോയത്. ഞാൻ നിന്റെ അമ്മയോട് എന്ത് ചെയ്തു? എത്രയൊക്കെ മോശമായി പെരുമാറിയാലും ഒരിക്കലും അച്ഛന് നഷ്ടപ്പെടില്ല എന്ന് വിശ്വാസമുള്ള ഒരേ ഒരു പ്രൊഡക്റ്റാണ് ഇതാ ആയിരിക്കുന്നത്. അച്ഛൻ ലാസ്റ്റ് 5 years ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. അച്ഛൻ്റെ എല്ലാ ടെൻഷനും ഇറക്കി വെച്ചത് അവിടെയാണ്. വഴക്കായി, കുറ്റപ്പെടുത്തലായി, എറിഞ്ഞൊടിക്കുന്ന മൊബൈലായി ഒക്കെ. അച്ഛനെന്ന് കിട്ടിയ പ്ലഷർ ഉണ്ടല്ലോ, ഷി ഓൾസോ ഡിസേർവ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. നമുക്ക് അമ്മയും കൊണ്ടൊരു ഔട്ടിങ്ങിന് പോയല്ലോ അച്ഛാ. If you want to go for outing, there's a lot of beautiful places in Kenya. We don't know how long we'll be in this world. Enjoy every moment. Even my house at Tigoni, it's a beautiful place. Tell me when your family is ready. Asante sir. അവരെപ്പോഴേ റെഡി ആയിരിക്കുന്നത്, ഞാനാ എപ്പോഴും റെഡി ആവാത്തത്. ഓക്കെ, ഐ വിൽ ലെറ്റ് യു നോ. Hivyo sasa, wazi 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 tena. Halo ati I have tried, but he is no more. Kabla baba yako akufe, alikuwa anataka kukuona. Ulikuwa wapi? Ulikuwa wapi? Ulikuwa wapi? Haukuangalia familia yako kwa sababu ya mpira. Kwa nini haukuangalia familia yako kwa sababu ya mpira? Sasa nani ataangalia mama yako? Ulifanya vibaya sana, vibaya sana. Sasa nani ataangalia mama yako?
എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല അമ്മ. എന്ത്? നിങ്ങൾ രണ്ടുപേരുടെയും ലവ് മാരേജ് ആയിരുന്നു അമ്മ. അന്ന് നിന്റെ അച്ഛൻ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എപ്പോഴും നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നതും തെറ്റാണ്. നിങ്ങൾ ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തു? ആ അതൊന്നും എനിക്ക് അറിയണ്ട. ഇതിനു വേണ്ടി ഏത് എക്സ്റ്റന്റ് വരെയും നിങ്ങൾക്ക് പോകാം. ഡീറ്റെയിൽസ് എനിക്ക് അറിയണം. അവർ സംസാരിച്ചതിൻ്റെ കോൾ റെക്കോർഡിങ്സ് എനിക്ക് വേണം. അതിനാണ് തന്നെ ബ്രൈബ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഈ മുരടൻ അങ്ങനെ പറയുന്നു നിനക്ക് തോന്നണുണ്ടോ? ഞാനാ ആദ്യം പറഞ്ഞത്. നയമാഷാൽ പോകുന്ന വഴിക്ക് ഒരു ഫ്ലവർ ഫാം ഉണ്ട്. ഒരു ഫാമിലി ട്രിപ്പ് പോയതാ. അവിടെ ഇതുപോലെ കുറച്ച് നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിന്ന് കുറച്ച് പറിച്ചു, ഒരു ബൊക്കയാക്കി അങ്ങ് കൊടുത്തു. എന്നിട്ട് കാര്യം പറഞ്ഞു. വാവ്, സൂപ്പർ അമ്മ. നിങ്ങൾ റൊമാൻറ്റിക് ആയി സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എപ്പോഴും ടെൻഷനല്ലേ? ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പുള്ളിക്ക്. പതിയെ പതിയെ ആ സ്വപ്നങ്ങൾ തന്നെയായി എൻ്റെയും. ഇപ്പൊ പുള്ളിക്കാരൻ നല്ല ഫ്രീയാ. നമുക്ക് പ്രപ്പോസൽ ഒന്നുകൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? അച്ഛൻ എന്താ ആലോചിക്കുന്നേ? നീ എന്താ ആലോചിക്കുന്നത്? അടുത്ത ആഴ്ച ഒരു ടൂർണമെന്റ് ഉണ്ട്. ഐ ആം സോ ത്രിൽഡ്. നമുക്ക് അവാർഡ് കിട്ടുന്ന ദിവസം തന്നെ നീ നിന്റെ ടൂർണമെന്റിന് പോകണല്ലേ? എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഞാനും എൻ്റെതായ അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവരണ്ടേ? അച്ഛനത് കാണണ്ടേ? ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പം അച്ഛൻ്റെ മനസ്സിലെന്താ? ഈ വർഷം ഓക്കെ. അടുത്ത ആഴ്ചത്തെ ബെസ്റ്റ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റും നമുക്കുള്ളതാണ്. ഈ സക്സസ് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അച്ഛനൊന്ന് റിലാക്സ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോൾ വീണ്ടും സ്ട്രെസ് തുടങ്ങിയോ? ആരാ പറഞ്ഞു ഇതൊക്കെ സ്ട്രെസ്സാണെന്ന്? ഇതൊക്കെ എൻജോയ് ചെയ്യണ്ടേ? ഇതല്ലേ നമ്മുടെ ലൈഫ്. ഇതാണോ ലൈഫ്? Then what is your definition of life? അച്ഛൻ ഈ സുന്ദരമായ പ്രകൃതിക്ക് മുമ്പിലിരിക്കുകയാണ്.
അച്ഛന് ഈ സൗന്ദര്യം കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കെന്താ കാണാൻ പറ്റാത്തത്? ഞാൻ കാണുന്നുണ്ടല്ലോ. അച്ഛൻ കാണുന്നതേ സിറിയാക് അങ്കിളിനെയും സിറിയാക് അങ്കിൾ കഴിഞ്ഞു വരുന്ന അടുത്ത കോമ്പറ്റേറ്ററൊക്കെയാണ്. അച്ഛന് തോന്നിയിട്ടുണ്ടോ അച്ഛൻ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്? നീ ഇവിടെ വന്നിരുന്നേ. മോനെ, ഒരു 2 ദിവസം പട്ടിണി കിടന്ന് തീരാവുന്ന പ്രശ്നമേ നിനക്കുള്ളൂ. നിന്റെ ഈ പ്രായത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും നീ അറിഞ്ഞിട്ടില്ല. ഒരു ചായ കുടിക്കാനുള്ള കാശ് പോലും ഇല്ലാതെ നീ റോട്ടിൽ കൂടെ നടന്നിട്ടുണ്ടോ? ഇന്ന് നിനക്കുള്ളതെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന രീതിയിൽ കാണുമ്പോൾ മേ ബി യുവർ ഡെഫിനേഷൻ ഓഫ് ലൈഫ് ഈസ് ഡിഫറെൻറ്റ്. ഒരു ടെൻഷനും ഇല്ലാതെ ഇതുപോലൊരു കപ്പ് ചായയും കുടിച്ച് ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇത്രമാത്രം ഫിനാൻഷ്യൽ ബാക്കപ്പിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ? Jana baba alikuwa anaketi hapa na sisi. Babako alikuwa anasema kuwa nyumba yetu ni ndogo lakini nzuri. Kwa maisha haya tunatakiwa kushukuru kwa maisha tunayoishi. Aliishi kwa furaha. നീ ഈ പറയുന്ന ഫിലോസഫി ഒന്നുമല്ല പ്രായോഗിക ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, അച്ഛന് മനസ്സിലാവുന്ന ബിസിനസ് ഭാഷയിൽ പറയാം. അച്ഛൻ സ്റ്റാഫിനോടൊക്കെ പറയാറുണ്ടല്ലോ ടൈം ഈസ് മണി എന്ന്. അച്ഛൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ജീവിതം എടുത്ത് നോക്കാം. എനിക്കിട്ട് അവൻ പാരവയ്ക്കുന്നുണ്ടോ? എന്നൊക്കെ പ്രൊഡക്റ്റ് അവർ സെയിൽ ചെയ്യുന്നുണ്ടോ? എന്നൊക്കെ പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടോ? ഫുൾ ടെൻഷൻ. ഫൈനലി അച്ഛൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു. ഒരു 5 സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ആ ടൈം ആസ്വദിക്കുന്നു. അഗെയിൻ നെക്സ്റ്റ് ടാർഗറ്റ് ഫോർ ദ നെക്സ്റ്റ് 5 years. ഇനി അച്ഛൻ്റെ ഭാഷയിൽ ലൈഫിൽ സക്സസ് ആകാത്തൊരു കൂട്ടരെടുക്കാം. ചെറിയ ജോലി എന്തെങ്കിലും ചെയ്ത് കെനിയയിൽ കാണുന്ന ആരെങ്കിലും. അവർക്ക് വലിയ വലിയ ടാർഗറ്റ് ഒന്നുമില്ല. ഫുഡ്, ക്ലോത്ത്സ്, ഷെൽട്ടർ, ഈ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ആവുമ്പോൾ തന്നെ അവർ ഹാപ്പിയാണ്. അവരുടെ ലൈഫിലെ ഒരു 5 വർഷം എടുക്കാം. ചിലപ്പോൾ അച്ഛൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ കിട്ടിയ ആ 5 സെക്കൻഡ്സിൻ്റെ പ്ലഷർ അവർക്ക് കിട്ടുന്നില്ലായിരിക്കാം. ബട്ട് കഴിഞ്ഞ 5 വർഷം ഒരു ടെൻഷനും ഇല്ലാതെ അവർ ജീവിക്കുകയായിരുന്നു. അച്ഛനൊന്ന് പറയാമോ, ഹൂ ഈസ് സക്സസ്ഫുൾ ഇൻ ലൈഫ്? ഒരാൾ നല്ലൊരു മകനാകുമ്പോൾ, നല്ല ഭർത്താവാകുമ്പോൾ ഒക്കെ അയാളുടെ ലൈഫ് സക്സസ്ഫുൾ ആണ്. നീ നോക്ക്, മുകേഷ് അംബാനി, അയാൾ നല്ലൊരു മകനാണ്. അയാളുടെ അച്ഛൻ അയാൾക്ക് 100 കൊടുത്തു, അയാളത് 1000 ആക്കി. ധീരുഭായ് അംബാനി, അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് മുകേഷിന് 100-ൽ നിന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു. അദ്ദേഹം നല്ലൊരു അച്ഛനാണ്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. സച്ചിൻ ടെണ്ടുൽക്കറുടെ ലൈഫ് സക്സസ്ഫുൾ ആണോ? ഒബ്വിയസ്ലി.
സച്ചിൻ 0 നിന്നാണ് തുടങ്ങിയത്. സച്ചിൻ ക്രിക്കറ്റ് കളിക്കാനാണ് ജനിച്ചത്. ഈ പറയുന്ന സച്ചിൻ ധീരുഭായ് അംബാനിയുടെ മകനായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ he would most definitely be forced into business. അതിനയാൾക്ക് കഴിവുണ്ടായിരിക്കണമെന്നൊന്നുമില്ല. But he will try and maybe fail. അപ്പോൾ ഈ പറയുന്ന സച്ചിൻ ഒരു മോശം മകനാകും. Am I right? നീ ഈ പറയുന്ന സച്ചിൻ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള മുംബൈ ഇന്ത്യൻസിലെ ഒരു എംപ്ലോയിയാണ്. വാട്ട് ഓഫ് സ്റ്റാർഡം ഹീസ് ഹാവിങ്, ഹീസ് എൻ എംപ്ലോയി. നീ പറ, ഒരു കമ്പനിയുടെ മുതലാളിയാണോ തൊഴിലാളിയാണോ ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ദെയർ ലൈഫ്? ഒരാൾക്ക് എന്ത് കാര്യം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ റിസൾട്ട് ഫെയിലിയർ ആണെങ്കിലും സക്സസ്ഫുൾ ആണെങ്കിലും അയാളുടെ ജീവിതത്തെ ജീവിതം എന്ന് പറയും. Jambo, nafikiri hili zawadi ni lako. Baba yako alikuwa shushaina karibu na sports shop yangu. Kwa miezi 4 iliyopita alikuwa anawekeza pesa kidogo ndio kuweza kununua hii zawadi. Wakati nisikia ameaga, ndivyo nikaona ni wajibu wangu kukuletea. Pole kwa yaliyowapata. Sasa usicheze mpira tena. Hiyo klabu itakupatia chakula. Na mama yako je? ജനിക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള ബിസിനസ്സുകാരുടെ മക്കൾക്ക് തോന്നുന്ന സ്ഥിരം ചിന്തയാണിത്. ബിസിനസ് എന്നാൽ മോഡേൺമാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണെന്നും ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്നും. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾക്കേ നല്ലൊരു ബിസിനസ്സുകാരനാവാൻ പറ്റൂ. നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. വളരെ എൻജോയ് ചെയ്ത് ചെസ്സ് കളിക്കുന്ന ഒരു ചെസ്സ് കളിക്കാരനില്ലേ, അതുപോലെയാണ് നല്ലൊരു ബിസിനസ്സുകാരൻ. കുറഞ്ഞത് വരാൻ പോകുന്ന 10 മൂവ്മെൻറ്റ്സ് എങ്കിലും അയാൾക്കറിയാമായിരിക്കും. അതിനുവേണ്ടിയുള്ള ആക്ഷൻസ് മുന്നിൽ കണ്ടായിരിക്കും അയാൾ ഇരിക്കുന്നത്. ചെസ് കളിക്കാരൻ്റെ വരാൻ പോകുന്ന മൂമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് പറയാമോ? നീ ഇങ്ങ് അടുത്ത് വന്നേ. ശരിക്കും? പിന്നല്ലാതെ. അയാൾ അങ്ങനെയൊക്കെ ചെയ്യൂ? ചെയ്യോന്നല്ല,
ചെയ്തു കഴിഞ്ഞു. ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയുന്നത് ജ്യോതിഷികൾക്കൊന്നുമല്ല, എന്നെപ്പോലെയുള്ള നല്ല ബിസിനസ്സുകാർക്കാണ്. അടുത്ത 10 വർഷം എന്തൊക്കെ സംഭവിക്കുമെന്നും അതിനെ എങ്ങനെയൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നതിനുള്ള മൊത്തം പ്ലാൻസ് എൻ്റെ കയ്യിലുണ്ട്. Bwana yako hakuwa na mpango. Hii ndiyo makosa kubwa amefanya. Hakuwa na pesa, alifanya huyu kijana yake afanye vile anataka. Yeye ni bure kabisa. You are extraordinary, Acha. But still, എനിക്ക് യോജിക്കാൻ അച്ഛാ 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 എൻ്റെ മോനെ പോലെയാണ് ഞാനും ആ കിടക്കുന്ന നിൻ്റെ അച്ഛനും തമ്മിൽ ഒരുപാട് മത്സരങ്ങളുണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. എൻ്റെ അപ്പന് എന്നെക്കാൾ ഇഷ്ടം ജയപാലനാണെന്ന് വരെ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പം എൻ്റെ ഉള്ളിലൊന്നുമില്ല. ആകെയുള്ളത് എൻ്റെ അപ്പൻ സ്നേഹിച്ചിരുന്ന, ഞാൻ സ്നേഹിക്കേണ്ടിയിരുന്ന എൻ്റെ ജയ്പാലിൻ്റെ കുടുംബമാണ്. എന്ത് കാര്യത്തിനും മോനെ അങ്കിളിനെ വിളിക്കാം. നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടാൽ മതി എന്നെ നീ. സലീമൊന്ന് വരാമോ? ഞാൻ പറഞ്ഞ കാര്യം ശരിക്കൊന്ന് ആലോചിക്കേ. ജയ്പാൽ തീർന്നു.
ഈ പേട്ട് ചെക്കനോട് കൂടി ജയ്പാലിൻ്റെ കമ്പനിയും തീരും. മുങ്ങിത്തുടങ്ങാൻ പോകുന്ന കപ്പൽ. ഒരിക്കൽ എൻ്റെ അടുത്തുനിന്ന് പോയതാണ് നീ. പക്ഷെ പണിയറിയാവുന്നവരെന്ന് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. Sasa hii ni nini? Utafanya makosa kama ya bwanako. Yeye ni bwana yangu. Alikubalisha kijana wetu kufanya anachotaka. Wewe ni dada yangu. Haujui kuanguka ama kufaulu kwa maisha yetu. Tulifurahia maisha pamoja. Yeye aliishi maisha mazuri. Tafadhali, wachana na maisha yetu. ഗുഡ് ഈവനിങ് മുകേഷ്. യു നീഡ് ടു സൈൻ ദിസ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേറ്റൻ്റ് ആണ്. അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു സലീമിന്. മരിച്ച ദിവസം കൂടി സലീമിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നു അച്ഛൻ. അച്ചായോ. സലീം പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് ജയ്പാലിന് വേണ്ടിയാണെങ്കിലും
ഓണർഷിപ്പ് അവൻ നമുക്ക് തന്നെ തന്നു. അവിടെ ആരെങ്കിലും അറിഞ്ഞോ? ഏയ്, ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും. ഇത്തവണത്തെ 2 അവാർഡും നമുക്കല്ലേ. അപ്പനല്ലേ മോൻ. സാർ ഫുള്ള് ഹാപ്പി ആണല്ലോ, എന്താ കാര്യം? പറയാം. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അച്ഛന്. ഞാനിന്ന് ജീവിക്കുന്നത് ആ സ്വപ്നങ്ങൾ കണ്ടോണ്ട. ഞങ്ങൾ തന്നെയല്ലേ മോനെ നീ. അച്ഛൻ ഒരുപാട് കാലമായി വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന അവാർഡാണ് മോനിന്ന് വാങ്ങാൻ പോകുന്നത്. പോകാം മോനെ. അങ്കിൾ, സലീം ഇന്നലെ വന്നിരുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് സിറിയാക്കിൻ്റെ പേരിലാക്കാനുള്ള ഡോക്യുമെൻറ്റിൽ ഞാൻ ഇന്നലെ സൈൻ ചെയ്തു. അങ്കിൾ, കാറിന്ന് സൈഡിലേക്ക് പാർക്ക് ചെയ്തു. എന്താ ഇവിടെ എവിടെയെങ്കിലും ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ടോ? ഒരു മനുഷ്യായുസിൻ്റെ മൊത്തം അധ്വാനം, സ്വപ്നങ്ങൾ എല്ലാം ഇവിടെ നശിക്കുകയാണ്. ഒന്നും നശിക്കാൻ പോകുന്നില്ല. അതിന് ജയിപ്പാൻ ഇപ്പം ഇല്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. അങ്കിൾ, ഞാനുണ്ട് ഇവിടെ. അല്ല മോനെ, അവാർഡ് വാങ്ങിക്കാൻ വരുന്നില്ലേ? ഇവിടെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിൾ, അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് താൻ എനിക്കിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ?
ചോദിച്ചില്ലേ അവാർഡ് വാങ്ങിക്കാൻ വരുന്നില്ലേന്ന്. 2 അവാർഡും വാങ്ങിക്കാൻ ഞാൻ വരുന്നുണ്ട്. നിങ്ങളുടെ കമ്പനി ഈ വർഷം ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റും എൻ്റെ പേരിലാണ് ഇപ്പോൾ. നിങ്ങളുടെ കമ്പനി ഡെവലപ്പ് ചെയ്ത അവാർഡ് വിന്നിംഗ് പ്രോഡക്റ്റ് എൻ്റെ പേരിലാക്കാനുള്ള ഡോക്യുമെൻസിലാണ് നിങ്ങളുടെ സെക്രട്ടറി നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചത്. വെറുതെ ഡോക്യുമെന്റ്സിന്റെ കാര്യമൊന്നും വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ സലീമിനെ ബ്രൈബ് ചെയ്യാൻ അയാളെ ഫോൺ ചെയ്തതിൻ്റെ കോൾ റെക്കോർഡിങ്സ് ഒക്കെ നിങ്ങളുടെ സെക്രട്ടറി തന്നെ സേഫായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റും ഒരു അവാർഡുമേ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. നിങ്ങളുടെ അപ്പനായിട്ട് ഉണ്ടാക്കി വെച്ച നല്ല പേരോട് കളയാൻ നിൽക്കണ്ട. ചെറുക്ക, ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. താൻ എന്തൊക്കെ ചെയ്തെന്നും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നും അതിനെ എങ്ങനെയൊക്കെ എനിക്ക് ഉപയോഗിക്കാമെന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. എൻ്റെ അച്ഛൻ്റെ പേര് ജയ്പാൽ എന്നാണ്. നിന്നെ നിന്റെ തള്ളെ ഞാൻ കത്തിച്ചു കളയും. താൻ ഒലത്തും. മരിച്ചുപോയ വർഗീസാറിൻ്റെ മോനെ രാവിലെ മുതലേ പുള്ളി വലിയ സന്തോഷത്തിലാണ്. കഴിവേറ മോനെ, താൻ എനിക്കിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ? മോൻ്റെ അപ്പൻ്റെ കീഴിൽ ഞാൻ കുറേ ആൾ ജോലി ചെയ്തു. ഇപ്പം മോൻ്റെ കീഴിൽ. ഇങ്ങനെ എല്ലാവരുടെയും കീഴിൽ മാത്രം ജോലി ചെയ്താൽ മതിയോ? ഞാൻ ചാകുന്നതിന് മുമ്പ് എനിക്കൊരു മുതലാളിയാകണം. കുറച്ച് കാശിൻ്റെ കുറവ്. എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. മോൻ്റെ മരിച്ചുപോയ അപ്പൻ്റെ സ്ഥാനത്ത് എന്നെ കണ്ട് മോൻ എന്നോട് ക്ഷമിക്ക്. ഇതൊന്നും കാണാൻ അച്ഛനില്ലാതെ പോയില്ല. എന്ത് കാണാൻ? ആ കാഴ്ച ഉണ്ടല്ലോ, സിറിയക്കൻ്റെ മുമ്പിൽ ജയിച്ചു നിൽക്കുന്ന മോൻ. ഇവിടെ ആരാങ്ങളെ ജയിച്ചത്? പുറത്ത് നല്ല പൊടി. ഞാൻ ആ വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്യാം. Babako alituacha
lakini najua hakuwa na shaka. Mpaka alipopumua mara ya mwisho. Alifurahia maisha. Nilifurahi wakati alikuwa hai. Na pia wewe. Haya si maneno yangu tu. Kwaherini, sio mwisho. Jipe raha kabisa. Mvua na jua hupishana maishani. Jipe raha. Furahia maisha yako. സ്വന്തം കോമ്പറ്റീറ്ററിന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വിന്നിംഗ് പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് ബിസിനസ്സിലേക്കുള്ള ഒരു എൻട്രി. ഒരു മകൻ എങ്ങനെയായിരിക്കണമെന്ന് ഈ ചെറുപ്പക്കാരനെ നോക്കി നമുക്ക് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാം. ലൈഫിൽ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള യങ്സ്റ്റർ ആരാണെന്ന് എന്നോട് ഇന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുമടച്ച് ചൂണ്ടിക്കാണിക്കും ഈ ചെറുപ്പക്കാരനെ. With a standing ovation, I am welcoming Mr. Mukesh Jaipal to receive this award. മോനെ, അച്ഛൻ മുകളിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അങ്കിൾ, ഞാൻ മനസ്സുകൊണ്ട് സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെന്ന് മുകളിലിരിക്കുന്ന അച്ഛന് അറിയാൻ പറ്റുമോ?
Dad, are you seeing what's in my thoughts? Did you really mean good for me, Dad? Dad, we lived a happy life, and you left me happy. Tomorrow is uncertain, but that's the beauty of life. And that's life. What a life. Da, 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 da. What a life. What a life. Someone's happy when you do things that makes you quite joyful. What you achieve puts you crazy. They call it passion. They call you delighted. Sometimes you make harder ways to make yourself happy. They call it quite strange. Sometimes you give up your happiness for those around you to make them happy. They say what a sacrifice. You may find a cobbler happy. You may find a rich man happy. The way they find their happiness could be so unlike. When you dissolve into nature, you may find yourself happy. When you see your balance sheet, you may find yourself great. When you take your last breath, when you go through your book of life, what you feel from the bottom line, happiness and sorrow. Life is different for each of you. That's how it becomes beautiful. You're gonna get your piece of pie, 'cause it's life that's on